പോളണ്ടിന്റെ വിസ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം അവസാനിക്കുകയാണ്. ഹലോ, ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പോളണ്ടിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ വർക്ക് വിസയിലോ പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ലഭിച്ചതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് VFS ത്രൂ ആണ് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിരുന്നത്. VFSൽ ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. VFS ആ ഒരു ആപ്ലിക്കേഷൻ എംബസിയിലേക്ക് അയക്കുന്നു. എംബസിയിൽ നിന്ന് ഒരു ഡിസിഷൻ ലഭിക്കുന്നു. ആ ഡിസിഷൻ ചിലപ്പോൾ നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ വിസ റിജക്ട് ചെയ്തുകൊണ്ടാവാം. ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയിലെ സ്റ്റുഡൻസ് പോളണ്ടിൽ വിസ എടുത്തിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ പോളണ്ടിൻ്റെ എംബസി ഇടപെട്ട് ഈ ഒരു കാര്യം നിർത്തലാക്കി. ഇതിന് റീസണായിട്ട് പറയുന്ന ഒരു പ്രധാന കാരണം, ഈ ഒരു പോളണ്ടിൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഏജൻസീസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മാഫിയകൾ ഇടപെട്ട് ഈ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. അതായത് പണം കൊടുത്ത ആൾക്കാർക്ക് ഈ ഒരു ഡേറ്റ് വാങ്ങാം. നമുക്ക് സാധാരണഗതിക്ക് ആര് ചെന്നാലും എപ്പോൾ വേണമെങ്കിലും ഡേറ്റ് ലഭിക്കില്ല. ഒരു നിശ്ചിത എണ്ണം ഡേറ്റ് മാത്രമാണ് ഒരു മാസത്തിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടിയപ്പോൾ പഠിക്കാനായാലും ജോലിക്ക് പോകാനായാലും ഇവർക്ക് രണ്ടുപേർക്കും VFSൽ അപ്പോയിൻമെൻറ്റ് വേണമെന്നുള്ളത് കൊണ്ട് പല ആൾക്കാരും ഇത് കരിഞ്ചന്തയിൽ വാങ്ങാൻ തുടങ്ങി. ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി. അതേപോലെ തന്നെ ഈ ഒരു ബുക്കിങ്ങിൽ ചില ന്യൂനതകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ടെന്നെല്ലാം മനസ്സിലാക്കി. സോ ഈ ഒരു ബുക്കിംഗ് എംബസി നേരിട്ടാക്കി. അതായത് എംബസി ഒരു ലോട്ടറി സിസ്റ്റത്തിൽ, ഒരു ബാലറ്റ് രീതിയിൽ നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് പേർക്ക് മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റുകൾ ഇഷ്യൂ ചെയ്തു. ഇത് സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആദ്യം വർക്ക് പെർമിറ്റ് കിട്ടിയവരും അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയവരും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇതൊരു ലോട്ടറി രീതിയിലാണ് അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ തന്നെയായി. അങ്ങനെ ഏറെ നാളത്തെ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് റിപ്പബ്ലിക് ഓഫ് പോളണ്ട് ഇൻ മുംബൈ ആ ഒരു സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. 2024 ജാനുവരി 2-ാം തീയതി മുതൽ നിങ്ങൾക്ക് പഴയതുപോലെ VFS ത്രൂ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. VFSൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്യുന്നത് ഡിസംബർ 18, 2023 മുതൽ, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ മുതൽ നിങ്ങൾക്ക് ഡേറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പഴയതുപോലെ തന്നെ നമുക്ക് സൈറ്റിൽ VFSൽ നമുക്ക് ഡേറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടും ഒരു വർക്ക് വിസ കിട്ടാത്തവരും ക്യാഷ് കിട്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് വിസ കിട്ടാത്തവരുമായിട്ടുള്ള കുട്ടികൾക്ക് ഇനി മുതൽ നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങാം. പോളണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിസ്ക് എടുത്ത് ഒരു ഏജൻറ്റ് വഴി പോളണ്ടിൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഏകദേശം അതേ ചിലവിൽ പോളണ്ടിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്രോഗ്രാമോ ബാച്ചിലർ പ്രോഗ്രാമോ ഒക്കെ ചെയ്യാൻ പറ്റും. 1 വർഷം സ്റ്റേ ബാക്കും ലഭിക്കുന്ന ഒരു ഷെങ്കൻ യൂറോപ്യൻ രാജ്യമാണ് പോളണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന ഫെബ്രുവരി 2024 ഇൻടേക്കിൽ വിത്തൗട്ട് IELTS നമുക്ക് പഠിക്കാനും പറ്റും. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു പോളിഷ് എംബസിയിൽ വന്ന ഈ ഒരു പുതിയ അപ്ഡേറ്റ് അടക്കം പോളണ്ടിൻ്റെ സകലമാന കാര്യങ്ങളും എത്രയും പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ മെൻറ്ററായിട്ടുള്ള എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഈ കാര്യങ്ങളെല്ലാം വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ്. പോളണ്ടിലെ പുതിയ ഇൻടേക്കുകൾ, അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, കോഴ്സസ്, ഈ ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഇത് നമുക്ക് ഷെയർ ചെയ്ത് തന്നതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് പോളണ്ടിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത വന്നതോടെ ഇനി പഴയതുപോലെ കുട്ടികൾ പോളണ്ടിൽ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഒരു തിരക്കായിരിക്കും. ഈ 2024 ഫെബ്രുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്. ആ ഒരു ഇൻടേക്കിലും കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തരാം. ഒന്നാമത്തേത് വിസ്റ്റുല യൂണിവേഴ്സിറ്റി. മിനിമം 60% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഒക്കെ ചെയ്യാം. ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 3000 യൂറോസിലാണ്. IT, മാനേജ്മെൻറ്റ്, ടൂറിസം പോലെയുള്ള നിരവധി കോഴ്സസ് ഉണ്ട്. ഇനി രണ്ടാമത്തേത് വാഴ്സോ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെ നിങ്ങൾക്കൊരു മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഒക്കെ പഠിക്കാൻ പറ്റും. ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2500 യൂറോസിലൊക്കെയാണ്. ഇനി മൂന്നാമത്തേത് യൂണിവേഴ്സിറ്റി ഓഫ് എക്കോളജി ആൻഡ് മാനേജ്മെൻറ്റ്. ഇവിടെയും വാഴ്സോ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോലെ തന്നെയാണ് റിക്വയർമെൻറ്റ്സ്. ഫീസും ഏകദേശം വരുന്നത് 2500 യൂറോസ് മുതലാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല പ്രോഗ്രാമുകളുണ്ട്. ഇനി കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റോടെ ഇനി നിങ്ങൾക്ക് പോളണ്ടിലേക്ക് പോകാനായിട്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രൊസീഡ് ചെയ്യാം. ഈ വരുന്ന ഫെബ്രുവരി ഇൻടേക്ക്, അതിനുശേഷവും ഇൻടേക്സുകളുണ്ട്. എന്നാലും ഫെബ്രുവരി ഇൻടേക്കിൽ എത്രയും പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും നിങ്ങൾക്കിടയിൽ. അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും
ബൈ.